ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷും കൺമണിയും അങ്ങനെ തന്നെ വരുണ് കൺമണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എടി കൺമണി, നീ വിചാരിച്ച പോലെ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കുമൊന്നുമില്ല, നിനക്കിട്ട് പണി ഞാൻ തരുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം കൺമണിയുടെ എല്ലാ വിവരങ്ങളും ഇവിടുന്ന് ഒരാൾ ചോർത്തി കൊടുക്കുന്നുണ്ടെന്ന് കൺമണിക്ക് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇവിടെ മാനസിക ഒറ്റ കൊടുക്കുന്നത് ശ്രീദേവി തന്നെയാണെന്നുള്ളത് കൺമണിക്ക് നല്ല പോലെ അറിയാം കേട്ടോ. അതിനുശേഷം ശ്രീദേവിനെ കാണാൻ ചെല്ലുന്നു. ചെവിട്ടത്ത് നോക്കി ഒന്നങ്ങോട്ട് പൊട്ടിക്കാട്ടോ ചെയ്യുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും നീ മാനസ മേഡത്തോട് ചോർത്തി കൊടുക്കുന്നുണ്ടല്ലേ, ഇവിടെ എല്ലാം നടക്കുന്നത്, അത് നിനക്ക് ആരധികാരം തന്നിടി എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ കലിപ്പോട് കൂടി തന്നെ കേട്ടോ നമ്മുടെ കൺമണി നിൽക്കുന്നത്. പിന്നീട് ധനലക്ഷ്മിയെ വരുണ് വിളിക്കുന്നുണ്ട് കേട്ടോ. അവരിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എല്ലാം കൈവിട്ട് പോയി. ഇനിയിപ്പോൾ അമ്മായിയുടെ കൂടെ ഇംഗ്ലണ്ടിൽ എങ്ങാണ്ട് പോകണമെന്നൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാനങ്ങ് പോകുമെന്ന് പറയുന്നു. എൻ്റെ ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഏട്ടത്തിക്ക് നല്ലൊരു ഓഫർ ഞാനങ്ങ് വെച്ച് തരട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് കൺമണിയും കിട്ടും, ആ 101 പവനും 10 ലക്ഷം രൂപയും ഏട്ടത്തിക്ക് തന്നെ തിരികെ തരൂ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്താണോ ചോദിക്കുന്നുണ്ട്. എന്തായാലും വ്യക്തമായൊരു പ്ലാനിങ്ങിലോട് കൂടി തന്നെ വരുണ് വന്നിരിക്കുന്നത്. പിന്നെയും ചേച്ചിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ സാഗറിനെ കാണിക്കും. സാഗറിന് ഇപ്പോൾ കൺമണിയെ തന്നെ മരുമകളായി കിട്ടണം എന്ന് തന്നെ ആഗ്രഹം. കാരണം അവളുടെ സത്യസന്ധത സാഗറിന് മനസ്സിലായി. പ്രണയവും അന്യമ്മയോട് തർക്കിക്കുന്ന സമയത്ത് തന്നെ മാനസയുടെ സ്ഥാനത്ത് നീ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ അനിയെ കൂട്ടാൻ ചോദിക്കുമ്പോഴത്തേനും, ചേച്ചിയമ്മേ ഞാൻ പറഞ്ഞല്ലോ മാനസ് നല്ല കുട്ടിയെ തന്നെയാണ്, പക്ഷേ കൺമണി അവൾ വളരെ നല്ല കുട്ടിയാണ്, അപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് യോജിച്ചവളാണ്. മാനസയെക്കുറിച്ച് എനിക്ക് പല സംശയങ്ങളുണ്ടെന്ന് പറയുന്നു. നിനക്കങ്ങനെ തോന്നും, എനിക്കറിയാമല്ലോ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ അവൾ മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് സാറിനെ തിരിപ്പിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ സാറിനെപ്പോഴും കൺമണിയോട് ആട്ടോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ കൂടുതൽ പിന്നീട് ഓഫീസിൽ തന്നെയാണ് കാണിക്കുന്നത്. ഒഴിഞ്ഞു മാറി നടക്കാട്ടോ കൃഷ്ണനോട് കൺമണി. അപ്പോഴത്തേനും കൃഷ്ണാണെങ്കിലും കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ എന്നെ എത്ര ഒഴിഞ്ഞ് നിർത്തിയാലും എനിക്ക് നിന്നെ ഒഴിഞ്ഞു നിർത്താൻ സാധിക്കില്ല, നീ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം.